തിരുവനന്തപുരം മണ്ണന്തലയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് മർദ്ദനം. സ്ത്രീ ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. അക്രമികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അനന്തകൃഷ്ണനുണ്ട് നമുക്കൊപ്പം. അനന്തൻ, എന്തായിരുന്നു സംഭവം? സേതു, ഇന്ന് പുലർച്ചെ ആണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള മണ്ണന്തല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന IOCയുടെ പെട്രോൾ പമ്പിൽ അതിക്രമം ഉണ്ടായത്. പുലർച്ചെ 4 അംഗ സംഘം, ഒരു സ്ത്രീ അടക്കം 4 പേരാണ് ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിയത്. ഇവരിൽ ആദ്യം ഈ സ്ത്രീയും ഒരു പുരുഷനും കൂടി ശുചിമുറിയിലേക്ക് പോയി. അതിനുശേഷം അവർ മടങ്ങി വന്നു. അതിനുശേഷം വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഒരു പ്രകോപനവും ഇല്ലാതെ അടിക്കാൻ തുടങ്ങിയത്. ക്രൂരമായ മർദ്ദനമായിരുന്നു. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണന്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ ആ സ്ത്രീയെയും പുരുഷനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ ഇവർ ഈ ശുചിമുറിയിൽ പോയി തിരികെ വരുമ്പോൾ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ കസേരയിലിരുന്ന് മയങ്ങുകയായിരുന്നു. പുലർച്ചെയാകുമ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ ഈ സംഘത്തിൽ ഒരാൾ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ്റെ കാലിൽ പിടിച്ച് വലിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് അയാൾ ഉണർന്ന് ഈ ഇന്ധനം അടിച്ചു കൊടുത്തത്. ഇന്ധനം അടിച്ചു കൊടുത്ത ശേഷം എന്തിനാണ് എൻ്റെ കാലിൽ പിടിച്ചത് എന്ന് ഇയാൾ ചോദിച്ച ഉടൻ തന്നെ ഇവർ അതിക്രൂരമായ മർദ്ദനം. ഈ 4 പേരും കൂടെ ചേർന്നാണ് ആ ജീവനക്കാരനെ മർദ്ദിക്കുന്നത്. അതിൽ ആ സ്ത്രീയും പങ്കാളിയാണ്. ഈ സ്ത്രീയെയും പുരുഷനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി കിട്ടാനുണ്ട് മണ്ണന്തല പോലീസിന്. തുടരുക. എന്താണെങ്കിൽ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കേൾക്കാം. അതിനുശേഷം വാർത്തകളിലേക്ക് വീണ്ടും. ഇന്നലെ രാത്രി 2:45 2 ബൈക്കിലായിട്ട് 3 യുവാക്കളും ഒരു പെൺകുട്ടിയും വന്നു. അവർ വന്ന് 2 ബൈക്കിലും പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടിയും പയ്യനും കൂടെ വാഷ്റൂമിൽ പോയി. തിരിച്ചു വന്നതിന് ശേഷം ഇവർ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലായിരുന്നു. ഉടൻ തന്നെ ഈ നമ്മുടെ കസ്റ്റമർ അറ്റൻഡൻറ്റിനെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഉടൻ തന്നെ ഈ പയ്യൻ തന്നെ മണ്ണന്തല സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ ഉടൻ തന്നെ 2 വാൻ പോലീസൂടെ വന്നു. അവർ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു. രാവിലെ അവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രകോപനമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം. അവൻ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവർ മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് ഇവൻ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാൻ പോയില്ല. കാര്യം വെച്ചാൽ 4 പേരും മദ്യലഹരിയിലായിരുന്നു. കൈക്ക് പരിക്കുണ്ട്. പിന്നെ കഴുത്തിനാണ് ഇതിൻ്റെ കാര്യം. ഈ കുനിച്ചു നിർത്തി 3 പേരും കൂടെ ചേർന്ന് ഇടിക്കുന്നത്. അതുകൊണ്ട് ആ കഴുത്തിന് ഇപ്പം കോളറിടാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കന്യാകുളങ്ങര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ നമ്മളിപ്പോൾ കേട്ട ദൃക്സാക്ഷിയുടെ വിവരണം അനുസരിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ, അനന്തൻ പറഞ്ഞതുപോലെ ഒരു പ്രകോപനവും ഇല്ലാതെ വന്ന ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. ഒരു വലിയ രീതിയിലുള്ളൊരു അതിക്രമം, അദ്ദേഹത്തെ മാരകമായി അതിക്രമിക്കുന്നുണ്ട്. ഈ 4 പ്രതികളും ഇവരെ എവിടുത്തുകാരാണ് അനന്തൻ? അങ്ങനെ ഇവരെ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ 4 പേരിൽ ഇപ്പോൾ പിടിയിലായ സ്ത്രീയും പുരുഷനും ആ 2 പേരും മണ്ണന്തല സ്വദേശികൾ തന്നെയാണ്. മാത്രമല്ല അവർക്കൊരു സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത്തരം ചില കുറ്റകൃത്യങ്ങളിലൊക്കെ അടിപിടികളിലുമൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഈ സംഘം എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ പുലർച്ചെ അവർ എത്തിയപ്പോൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ആ മദ്യലഹരിയിലാണ് ഇവർ ഈ ജീവനക്കാരനെ ആക്രമിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. വലിയ പ്രതിഷേധം പെട്രോൾ പമ്പ് ഉടമകളുടെയും ജീവനക്കാരുടെയും ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞതാണ്. നമ്മളിത് ആദ്യത്തെ സംഭവമല്ല. നിരവധി തവണ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെ ഈ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച് പണം കൈവശപ്പെടുത്തുക, അതല്ലെങ്കിൽ മദ്യപിച്ചെത്തി പമ്പ് ജീവനക്കാരെ ആക്രമിക്കുക, ഇതൊക്കെ നിരന്തരമായ സംഭവമാണ്. ഇതിൽ വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുണ്ട്. ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് തലേന്ന് രാത്രിയിൽ പെട്രോൾ പമ്പ് അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഈ ആശുപത്രി ജീവനക്കാർക്ക് ഒരു പ്രത്യേക നിയമം നടപ്പാക്കിയതുപോലെ, അവരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക നിയമം നടപ്പാക്കിയതുപോലെ പെട്രോൾ പമ്പ് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും സർക്കാർ പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാരും ആവശ്യപ്പെടുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉള്ള മണ്ണന്തല ജംഗ്ഷനിലെ പമ്പിലാണ് ഈ അതിക്രമം ഇന്ന് പുലർച്ചെ ഉണ്ടായത്. തൊട്ടടുത്ത് പോലീസിന്റെ പട്രോളിംഗ് ഉണ്ടായതുകൊണ്ട് അറിയിച്ച ഉടൻ തന്നെ പോലീസ് എത്തി. അതുകൊണ്ട് തന്നെയാണ് 2 പേരെ കസ്റ്റഡിയിൽ എടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞത്. മറ്റു 2 പേരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരിയാണ്.